അപ്പോൾ മക്കളെ പുഷ്പ 2 ദ റൂൾ ട്രെയിലർ വന്നിരിക്കുകയാണ്. തെലുങ്ക് ട്രെയിലർ തന്നെ കാണണം. കണ്ടതിന് ശേഷം അതായത് ഒത്തൻറ്റിക് സാധനം ഒറിജിനൽ സാധനം കണ്ടതിന് ശേഷം മലയാളം കാണാം. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ കാണാം. ബോളല്ലേ പോയത്? ഓ നാം ചോട്ടാ ഹേ സൗണ്ട് ബോത്ത് ബഡാ ഹേ. അതെങ്ങനെ ബഡാ ഹേ? പുഷ്പ 1ന്റെ ആ ഒരു ഇമ്പാക്ട് മോനെ, അതുണ്ടാക്കിയ ഒരു വൈബ് ഒരു രക്ഷയില്ല. ബ്രാൻഡാ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. KGF സ്വാഗ് കൊള്ളാം. പല മാസം കണ്ടിട്ടുണ്ട്. കാല് രശ്മികന്റെ കാല് വെച്ചിട്ടുള്ളത്. ഐക്കോണിക് ഡയലോഗ്, ലെജൻഡറി സാധനം. മോനെ പറന്നടിയ. ഇന്റർനാഷണൽ പുഷ്പ. സിജോനെ ബിഗ് ബോസിലെ സിജോനെ ഡയലോഗ് അടിച്ചു മാറ്റിയുടെ പുഷ്പ. കാട്ടുതീ പുഷ്പ. ഇനി വൈൽഡ് ഫയർ എന്ന് പറയുമ്പോ കാട്ടുതീ സിജോനാണ് ഓർമ്മ. കാട്ടുതീ അടിച്ചു മാറ്റി. സിജോ കാട്ടുതീ പോയി അളിയാ. സാധനം പുഷ്പ കൊണ്ടുപോയി. അയ്യോ ഇലുമിനാട്ടി വന്നിട്ടുണ്ട് അവൻ. ബിഗ് ബോസിൽ ഒന്ന് കാട്ടുതീ അടിച്ചു. ടോട്ടൽ സാധനം നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് മാസ് സാധനങ്ങൾ ഉണ്ട് ട്രെയിലറിനകത്ത്. ഫാഫേനെ കാണിച്ചതും ആ സാധനമാണ്. പാർട്ടി ഉന്തി, പാർട്ടിയിലേതാ പുഷ്പ, പാർട്ടി ഉന്തി പുഷ്പ. അത് 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 ഒരു സാധനം. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു സംഗതി പക്കയായിട്ട് പിടിക്കാനാണ് ആ ഡയലോഗുകളൊക്കെ തോന്നുന്നു. ആൻഡ് ഈ ഫുള്ള് ട്രെയിലർ കണ്ടതിൽ ഒരു കംപ്ലീറ്റ് മാസ് എൻ്റർടൈനറിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. പിന്നെ അറിയാമല്ലോ പുഷ്പ എന്ന് പറയുമ്പോൾ ആ ഒരു വൈഡ് ആക്സെപ്റ്റൻസ് ഇന്ത്യ ഫുള്ള് കിട്ടിയിട്ടുള്ളത്. ഹിന്ദിയിലാണെങ്കിലും ഒക്കെ പുഷ്പയ്ക്ക് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പുഷ്പ 2 കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ കുറേ അധികം എനിക്ക് തോന്നുന്നു ഫാഫേനെ കുറച്ചും കൂടി അധികം കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് നസ്രിയ എങ്ങാണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ആൻഡ് ഇതിലിപ്പോഴും എനിക്ക് മാറ്റം വരാതായിട്ട് തോന്നുന്നത് ആ ഒരു, ഇനിയിപ്പോൾ അറിയില്ല നമ്മൾ യൂട്യൂബിൽ ട്രെയിലർ ക്വാളിറ്റിയിൽ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ആ മരത്തിൻ്റെ രക്തചന്ദനത്തിൻ്റെ സംഗതി അതിപ്പോഴും മറ്റേ പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ പോലെ എനിക്ക് ഇതിൽ കണ്ടപ്പോൾ തോന്നി. തിയേറ്ററിലെ അവസ്ഥ എന്താണോ എന്നാണെങ്കിലും ഒരു ഫുൾ ട്രെയിലർ എന്നുള്ള നിലയ്ക്ക് ഒരു എന്താ പറയുക, ഒരു മാസിന് ലൈക്ക് ഓക്കെ ഒരു ആവറേജ് സാധനം, ഒരു മാസിന് വേണ്ടിയുള്ള ഒരു ആവറേജ് സാധനമായിട്ടാണ് ഫീൽ ആയത്. എനിക്ക് കൂടുതലായിട്ട് ഈ
അവരുടെ ആ ഒരു കെമിസ്ട്രി ഉണ്ട്, രശ്മിക ആൻഡ് അല്ലു അർജുൻ്റെ ആ 2 ക്യാരക്ടറിൻ്റെ ഒരു സാധനം ഈ സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ വർക്ക് ചെയ്ത്. ആദ്യത്തിൽ ഭയങ്കര രസമായിരുന്നു സംഗതി. അത് ഇതിലെങ്ങനെ വരുന്നു എന്നുള്ളതുണ്ട്. കാലുകൊണ്ട് താടി അതൊക്കെയാണ്. പിന്നെ പുഷ്പ നാഷണലടാ ഇൻ്റർനാഷണൽ, അയ്യോ അതൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഓക്കെ. ആൻഡ് മ്യൂസിക് DSP കങ്കുവ കഴിഞ്ഞതിന് ശേഷം ദേവിശ്രീ പ്രസാദ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊരു പുഷ്പ 1 ഒക്കെ ആയിരുന്നു. പുഷ്പ 2 എന്നടാ പണി വെച്ചിറക്കുക എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ തന്നെ നോക്കണം. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും